വൃശ്ചികമാസ പുലരിയിൽ ശബരിമലയിൽ അയ്യപ്പ ദർശനം നടത്തി പതിനായിരങ്ങൾ പുലർച്ചെ 3 മണിക്ക് പുതിയ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്നു. 70,000-ന് മുകളിൽ തീർത്ഥാടകർ ഇന്ന് ശബരിമലയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിവരങ്ങളുമായി രാഹുൽ വിജയനാണ് ചേരുന്നത് സന്നിധാനത്ത് നിന്ന്. രാഹുൽ, ഗുഡ് മോർണിംഗ്. വീണ്ടും ഒരു മണ്ഡലകാലം ശരണമന്ത്രങ്ങളാൽ മുഖരിതമാണ് ശബരിമല. അവിടെ നിന്നുള്ള വാർത്തകൾ. കൃഷ്ണ, ഞാനിപ്പോൾ നിൽക്കുന്നത് സത്രം പുല്ലുമേട് സന്നിധാനം കാനന പാതയിലാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വലിയ തിരക്ക് ഈ കാനന പാതയിലൂടെ പോകുന്നതിനും അനുഭവപ്പെടുന്നുണ്ട്. അല്പസമയം മുമ്പ് വരെ, അതായത് ഈ രജിസ്ട്രേഷൻ തുടങ്ങി 1 മണിക്കൂർ പിന്നിട്ടപ്പോഴേക്കും 250 പേര് കാനന പാത വഴി പോകാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും 250, അതായത് ഏകദേശം 500ഓളം പേർ ഇതിനോടകം തന്നെ കാനന പാത വഴി കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട്. വലിയ തിരക്കാണ് ഇതിലെ അനുഭവപ്പെടുന്നത്. രാവിലെ 7:30യോടുകൂടിയാണ് കാനന പാത തുറന്നു കൊടുത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 7 മണിക്ക് തുറക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ മൂടൽമഞ്ഞ് കാരണം ഇതുവഴിയുള്ള യാത്ര ചിലപ്പോൾ തടസ്സപ്പെട്ടേക്കാം എന്നുള്ള കാരണത്താൽ വനംവകുപ്പ് ഒരല്പം താമസിച്ച് 7:30യോടുകൂടിയാണ് കാനനപാത തുറന്നു കൊടുക്കുകയും ചെയ്തിരിക്കുന്നത്. എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് പൂർത്തിയാവുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഈ സത്രം ഇവിടെ ആളുകൾക്ക് ഈ അയ്യപ്പ ഭക്തർക്ക് വിരിവെക്കുന്നതിന് വേണ്ടിയുള്ള ചില സംവിധാനങ്ങളും അതുപോലെ തന്നെ ശുചിമുറികൾ ഉൾപ്പെടെ ഇവിടെ ഒരുക്കിയിട്ടില്ല എന്നുള്ളൊരു പരാതി കൂടി ഉയരുന്നുണ്ട്. അതൊക്കെ പരിഹരിക്കപ്പെടണമെന്നുള്ള ആവശ്യവും ഇവിടെ എത്തുന്ന തീർത്ഥാടകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും കാനനപാത വഴിയുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട് ഇന്ന്. ശരി, വിവരങ്ങൾ നൽകിയത് രാഹുൽ വിജയനാണ്.